അങ്ങനെ ഈ ദിവസം നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം സ്വർണ്ണമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന്റെ വില അങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു ഉയരുന്നു. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ചെമ്പ് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ്? ആ വാർത്തകളുടെ ഒരു രത്നച്ചുരുക്കമാണല്ലോ ഓരോ ദിവസത്തെയും ചർച്ചകളായി രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ദിവസത്തെ ചർച്ചയ്ക്ക് ഒത്ത ഒരു സബ്ജക്റ്റായി ഇത് മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അഭിലാഷ് മോഹൻ ചേരുന്നുണ്ട്. അഭിലാഷ് മോഹൻ, അഭിലാഷ്, ഈ ദിവസവും നമ്മൾ സ്വർണത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് സീനിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ മുരാരി ബാബു എന്നൊരു കഥാപാത്രം വരുന്നു. പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ, ആ ചിത്രങ്ങളെ സംബന്ധിച്ചോളം നമ്മളൊരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയല്ല, പക്ഷേ അതിന് ആധികാരികമായ രീതിയിലേക്ക് പല തെളിവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കൂടി പ്രാധാന്യവും ഒരു ചർച്ചയിലേക്കുള്ള പോക്കൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദിവസത്തെ ഒരു വാർത്താ ദിനത്തിലെ ഒരു പ്രത്യേകത? തീർച്ചയായിട്ടും ഒന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ആദ്യത്തെ നടപടി ഉണ്ടായ ദിവസമാണ്. മുൻ ചുമതലക്കാരനായിരുന്ന മുരാരി ബാബുവിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. നേരത്തെ പ്രജീഷ് സംസാരിക്കുമ്പോൾ തന്നെ അത് രണ്ട് തവണ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. താൻ കൊടുത്തത് ചെമ്പുപാളി തന്നെയായിരുന്നു, തന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വളരെ കുറച്ച് സ്വർണം മാത്രമേ ഈ ദ്വാരപാലക ശില്പപാളികളിൽ ഉണ്ടായിരുന്നുള്ളൂ. മേൽക്കൂരയിലാണ് മുഖ്യമായും സ്വർണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒന്ന്, മുരാരി ബാബു എന്ന പുതിയ കഥാപാത്രത്തിൻ്റെ എൻട്രിയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ഇന്ന് നമ്മുടെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സസ്പെൻസ് നേരത്തെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ അധികം വിവരങ്ങൾ കിട്ടാൻ, കാരണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിനാണ് ഞാൻ ബാക്കിയുള്ള സ്വർണം കൊണ്ട് ഇത് എന്നുള്ള നിലയ്ക്കുള്ള ഇമെയിൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം കുറച്ചുകൂടി ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ വലുതായി വരികയാണ്. കാരണം ഒരുപാട് വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു. മാത്രമല്ല, ഇത്രയും വർഷത്തിന് മുൻപുള്ള തെളിവ് ശേഖരണം, അതൊക്കെ മാത്രമല്ല രേഖകളൊന്നും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇല്ല എന്ന് കൈമലർത്തുന്നു. അപ്പോൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കായി മാറുമ്പോൾ, ഒന്ന്, അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി അടക്കം നിശ്ചയിച്ചിട്ടാണ് കോടതി SITയെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് ആ കാലയളവിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സർക്കാരിനല്ല ഏൽപ്പിച്ചത്, കോടതി തന്നെ ഏറ്റവും മികവുറ്റ ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായാലും 2019 നടന്ന കാര്യങ്ങളുടെ ചുരുളഴികൾ അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, എന്തിനാണ് ഈ ആവർത്തിച്ച് ഉത്തരവിലും മഹസറിലും ഒക്കെ ചെമ്പുപാളികൾ എന്ന പരാമർശം വന്നത്? അപ്പോൾ മുരാരി ബാബു പറയുന്നു ആ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഡിപ്രീസിയേഷൻ വന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ അമാൽഗമേഷൻ വിദഗ്ധർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ആളുകൾ തൊടുന്നത് കൊണ്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എങ്ങനെ പോയാലും 1.5 കിലോ സ്വർണ്ണമെങ്കിലും ഈ ദ്വാരപാലക പാളികളിൽ ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോയ സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ തീർച്ചയായും. അപ്പോൾ ഇനി ഉച്ചവരെ ആയതുകൊണ്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ തീർച്ചയായും പ്രതീക്ഷിക്കാം.